വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അച്ചാറാണ് കാണിക്കുന്നത്. ഓറഞ്ച് പീൽ പിക്കിൾ അല്ലെങ്കിൽ ഓറഞ്ച് തൊലിയുടെ അച്ചാർ. അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓറഞ്ച് തൊലി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴിയുമ്പോൾ ഇത് സോഫ്റ്റ് ആകും. എന്നിട്ട് ഇതിൻ്റെ അകത്തെ ഇത് നമ്മൾ ചിരണ്ടി കളയണം. ചിരണ്ടി കളഞ്ഞിട്ട് ബാക്കി ഓറഞ്ച് തൊലി ചെറുതായി നീളത്തിലരിഞ്ഞ് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഉണക്കി വെച്ച ഓറഞ്ച് തൊലിയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള അച്ചാർ നമുക്കിടാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കടുക്, കായപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, വിനിഗർ, പഞ്ചസാര, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി അരച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഈ പീല്, ഉപ്പ്, പഞ്ചസാര. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഞാൻ നല്ലെണ്ണയും വേണം. നല്ലെണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിടുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ആദ്യം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പില, 2 മുളക്, കാന്താരി മുളക് ഇടണം. അത് കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇഞ്ചി അരച്ചത് ഇട്ടിട്ടുണ്ട്, അത് മൊരിഞ്ഞു. ഇനി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് മൊരിയിക്കാം. കൂടെ കറിവേപ്പിലയും മുളകും, കാന്താരി മുളകും കൂടി ഇട്ട് മൂപ്പിക്കുന്നു. കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും മൊരിഞ്ഞു. ഇനി നമുക്ക് മൊരിയിക്കാൻ ഇടേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുമാണ്. ഉലുവ പൊടിയും കായപ്പൊടിയും കായോട് വെച്ചിട്ടുണ്ട്, അതും ഇടാം. നമ്മളിവിടെ ഉണക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് തൊലി ഇടാം. ഓറഞ്ച് തൊലി ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് വിനിഗറാണ്, വിനാഗിരി. ഞാൻ സിന്തറ്റിക് വിനിഗറാണ് ഉപയോഗിക്കുന്നത്. അത് ആടിക്കഴിയുമ്പോൾ ഉപ്പില്ലാണ്ടാണ് നമ്മൾ ഉണക്കുന്നത്, വെറുതാണ് ഉണക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടണം. ഉപ്പ് മതിയോ എന്ന് നോക്കണം. തിളച്ച് കഴിയുമ്പോൾ പഞ്ചസാരയും കൂടെ ചേർക്കണം. നിർത്തിക്കോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വിനിഗർ ഒഴിച്ചു. വിനിഗർ ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം, അല്ലെങ്കിൽ അതിന് തീരെ ചാറില്ലാത്ത പോലെ